തമിഴ്നാട്ടിൽ DMK സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മന്ത്രി കെ പൊന്മുടിയുടെ അശ്ലീല പരാമർശത്തിൽ കേസെടുക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. സർക്കാർ കേസെടുത്തില്ല എങ്കിൽ സ്വമേധയാ കേസെടുക്കുമെന്ന താക്കീതാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഹിന്ദു മതത്തെയും സ്ത്രീകളെയും കുറിച്ച് അശ്ലീലകരമായ തമാശ നിറഞ്ഞ പ്രയോഗമാണ് മന്ത്രി പറഞ്ഞത്. ഇതോടുകൂടി തന്നെ അശ്ലീല സംഭാഷണം വലിയ തോതിൽ തന്നെ വൈറലായതോടെ മാപ്പ് പറഞ്ഞ മന്ത്രി രംഗത്ത് വരികയായിരുന്നു. മാത്രമല്ല DMK മന്ത്രിയെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. പൊന്മുടിക്കെതിരെ FIR ഫയൽ ചെയ്യണമെന്നും നിർദ്ദേശം അവഗണിച്ചാൽ സ്വമേധയാ നടപടിയെടുക്കും എന്നതാണ് കോടതി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ നടന്ന യോഗത്തിൽ ശൈവ വൈഷ്ണവ വിശ്വാസികളെ കുറിച്ച് മന്ത്രി പൊന്മുടി നടത്തിയ ലൈംഗിക അധിക്ഷേപം വിവാദമായിരുന്നു. വിവിധ പാർട്ടികൾ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് പൊന്മുടിയെ DMKയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെങ്കിൽ പോലും ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. പൊന്മുടിയുടെ അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. വിവാദ പ്രസംഗത്തിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മന്ത്രി പൊന്മുടി പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം പൊന്മുടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ ജഗന്നാഥ് ചെന്നൈ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. പ്രസ്തുത ഹർജി കഴിഞ്ഞ ദിവസം ചെന്നൈ ഹൈക്കോടതി ജഡ്ജി ആനന്ദ് വെങ്കിടേഷിന്റെ ബെഞ്ചിന് മുൻപാകെ വാദം കേൾക്കാൻ എത്തുകയായിരുന്നു. മന്ത്രി പൊന്മുടിയുടെ പ്രസംഗം തികച്ചും ദൗർഭാഗ്യകരമാണ് എന്നാണ് ജഡ്ജി പറഞ്ഞത്. ഒരു മന്ത്രി ഉത്തരവാദിത്വത്തോടെ സംസാരിക്കേണ്ടതല്ലേ? പൊന്മുടിയുടെ വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് സംബന്ധിച്ച് 5 പരാതികൾ ലഭിച്ചതായിട്ടാണ് തമിഴ്നാട് സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. മന്ത്രി പൊന്മുടിയുടെ അപകീർത്തികരമായ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരാതിയിലെ പോലീസ് കേസെടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ ജഡ്ജി മന്ത്രി പൊന്മുടിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തത്. മന്ത്രി പൊന്മുടിക്കെതിരെ ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നും 4-5 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് കേസിന്റെ വ്യാപ്തി കുറയ്ക്കുമെന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷ് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തില്ല എങ്കിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ജഡ്ജി കേസ് പരിഗണിക്കുന്നത് 23-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മന്ത്രിയുടെ പരാമർശത്തിൽ DMKയിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് അതിനാണ് വഴിവെച്ചതും. പൊന്മുടിയുടെ പ്രസ്താവനയെ DMK MP ആയ കന്നിമൊഴിയും അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവരുടെ X അക്കൗണ്ടിലൂടെയാണ് ആ ഖേദം അവർ പ്രകടിപ്പിച്ചത്. മന്ത്രി പൊന്മുടിയുടെ വിവാദ പരാമർശത്തിനെതിരെ DMK രൂക്ഷമായി വിമർശിച്ച BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ അടക്കം പാർട്ടിയുടെ രാഷ്ട്രീയ സംഭവത്തിന്റെ നിലവാരമാണിതെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് മന്ത്രി മാത്രമല്ല മുഴുവൻ DMK അപഹാസ്യ അവസ്ഥയും അശ്ലീലവും അസഭ്യവും മര്യാദയില്ലായ്മയുമാണ് കാട്ടിയിരിക്കുന്നത്. ഇത്രയും അപമാനകരമായ ഒരു കൂട്ടത്തെ നയിച്ചതിന് ലജ്ജയോടെ തല താഴ്ത്തു സ്റ്റാലിൻ എന്നാണ് അണ്ണാമലൈ Xൽ കുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കസാരയിൽ നിന്നും സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ ധൈര്യമുണ്ടാകുമോ? അതോ സ്ത്രീകളെയും ഹിന്ദു മതത്തെയും അപമാനിക്കുന്നതിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ക്രൂരമായ ആനന്ദം കണ്ടെത്തുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ഈ പോസ്റ്റുകളെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.